ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ 1 വീക്ക് ആയെങ്കിലും ഞാൻ ഇതുവരെ ഒന്നും പോസ്റ്റ് ചെയ്തില്ല കേട്ടോ. കാരണം എന്ത് കണ്ടന്റ് ഇടും എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു ഇത്രയും ദിവസം. അപ്പൊ ഞാൻ കരുതി എന്നാ ഒരു ഇൻട്രോ വീഡിയോ ആയാലോ. കാരണം ഞാൻ ആരാ, എന്താ, എവിടുന്നാന്നൊക്കെ അറിയണ്ടേ. അപ്പൊ വിചാരിച്ചൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ സെറ്റ് ചെയ്യാന്ന്. അപ്പോ വെൽക്കം ടു പ്രിയങ്ക അതുൽ ഘോഷ് യൂട്യൂബ് ചാനൽ. പേരാണ് കേട്ടോ പ്രിയങ്ക എന്ന്. അപ്പൊ അതുൽ ഘോഷ് ആരാണെന്നല്ലേ? അതുൽ ഘോഷ് എന്റെ ഹസ്ബൻഡിന്റെ പേര് കേട്ട് ആരും തെറ്റൊന്നും ധരിക്കേണ്ട. ആള് നോർത്ത് ഇന്ത്യൻ ഒന്നും അല്ല. നോർത്ത് ഇന്ത്യൻ പേരാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഒന്നും അല്ല. ആള് മലയാളി തന്നെയാണ്. കാരണം എന്റെ കല്യാണ ടൈമിൽ പേര് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ഡൗട്ടായിരുന്നേ, ഘോഷോ? അപ്പൊ എന്താ നോർത്ത് ഇന്ത്യ വല്ലതും ആണോ? പക്ഷെ അല്ല, നോർത്ത് ഇന്ത്യൻ അല്ല, മലയാളി തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കൊരു വാവയുണ്ട്. വാവയുടെ പേര് വിയാൻ പി ഘോഷ് എന്നാ. ഞങ്ങള് കുഞ്ഞാവി എന്നാട്ടോ വിളിക്കുന്നത്. അവനിപ്പോ ഒരു 1.25 വയസ്സായി. ഞങ്ങൾ 3 പേരും സെറ്റിൽ ചെയ്തേക്കുന്നത് യുഎയിലാണ് കേട്ടോ. യുഎയില് ഷാർജയിലാണ്. പക്ഷെ എന്റെ നാട് കൊല്ലം, എന്റെ ഹസ്ബൻഡിന്റെ നാട് ആലപ്പുഴ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ആലപ്പുഴ ആണെങ്കിലും പ്രോപ്പർ ആലപ്പുഴയിലല്ല. ഒരു പത്തനംതിട്ട ബോർഡർ ആണ്. നമ്മുടെ അയ്യപ്പസ്വാമിയുടെ നാട് പന്തളം. പ്രോപ്പർ പറഞ്ഞ പന്തളം കുടശനാട്. എന്താ നിങ്ങൾ ഇത്ര രണ്ടുപേരും ഇത്ര ദൂരെന്നല്ലേ ചിന്തിക്കുന്നത്? അതെ, ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് എന്റെ ഫാമിലി വിശേഷങ്ങൾ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയാം. കുറെ പേര് പറയാറുണ്ട് 2-3 വർഷമായി യൂട്യൂബ് തുടങ്ങണം എന്നൊക്കെ ആലോചിക്കുന്നു, പക്ഷെ ഇപ്പോഴാ തുടങ്ങാൻ പറ്റിയതൊക്കെ. എന്റെ കാര്യത്തിൽ പക്ഷെ അങ്ങനല്ല കേട്ടോ. 2-3 ദിവസം ആയതേ ഉള്ളൂ ഞാൻ ആലോചിച്ചിട്ട്. പക്ഷെ എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു യൂട്യൂബ് തുടങ്ങണം. അപ്പൊ പിന്നെ അത് എന്തെങ്കിലും തുടങ്ങാലോ എന്നൊരു ചിന്തയിലായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് കഴിവോ ടാലന്റും ഇല്ലാത്ത ഞാൻ യൂട്യൂബ് തുടങ്ങണോ എന്നുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ ഞാന്. കാരണം പാട്ട് പാടാൻ അറിയില്ല, ഡാൻസ് ചെയ്യാൻ അറിയില്ല, വലിയ വലിയ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, DIY ചെയ്യാൻ അറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷെ എല്ലാരും കൂടി പാട്ടൊക്കെ പാടുമ്പോ അവരുടെ കൂടെ പോയി പാട്ട് പാടുക, വൈബായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ പോയി ഡാൻസ് ചെയ്യുക. പിന്നെന്താ, നോർമലി എല്ലാ വീക്കെൻഡിലും നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോവുക, ഡെയിലി നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യും. എന്നെ പോലെ തന്നെയാണോ നിങ്ങളും? ആണെങ്കിൽ നമ്മളെ പൊളിച്ച് പറയുന്ന പോലെ കമന്റ് ബില്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം കുറേശ്ശെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇതെല്ലാം കാണും. പിന്നെ എനിക്ക് മുഖമൊക്കെ കാണിക്കാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്റെ കൂടെയുള്ളവരുടെ മുഖങ്ങളായിരിക്കും കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ. എന്ത് ചെയ്യാൻ പറ്റും, അവർക്കൊക്കെ അങ്ങനെ തന്നെ വേണം. കാരണം എന്റെ ഫ്രണ്ട്സ് ആയി പോയില്ലേ. പിന്നെ ഷൈ ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് കരുതിയത്. എന്റെ ചുറ്റുപാട് കാണുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ. നിങ്ങൾക്കും എന്ത് വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അതും കമന്റ് ചെയ്യില്ല. ഞാൻ മാക്സിമം അതും ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. കാര്യത്തില് എനിക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ഭയങ്കര ആഗ്രഹവും ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അതൊക്കെ ഫോളോ ചെയ്യാനാണ് പാട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്യുക, അത് 2-3 ദിവസം കഴിയുമ്പോൾ ഫ്ലോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ബുക്കൊക്കെ റാപ്പ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു ടേബിളൊക്കെ കാണുമല്ലോ, അവിടെ ബുക്കൊക്കെ അടുക്കി പറക്കി വെച്ച് ടൈം ടേബിളൊക്കെ അന്നത്തെ ദിവസം പഠിക്കാനുള്ള ടൈം ടേബിളൊക്കെ മതിലൊക്കെ ഒട്ടിച്ച് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതെല്ലാം 1 വീക്ക് ഫോളോ ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെയും ഫ്ലോ. അതുകൊണ്ട് തന്നെ ഈ ചാനലിന്റെ ഭാവി എന്താവും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷെ എന്നെ വിശ്വസിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. എന്റെ മനുഷ്യർ എന്ന് ഞാൻ പറയുന്ന കുറച്ച് ആൾക്കാർ. അവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഉറപ്പായിട്ടും ഞാൻ ഇതിൽ ആക്റ്റീവ് ആയിരിക്കും. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോള് പോലെ ഇട്ടിരുന്നു. അത്യാവശ്യം 1K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് എന്റേത്. പക്ഷെ അതിൽ സ്റ്റോറി വ്യൂ ചെയ്യുന്നത് ഒരു 150ഓളം പേര്. പക്ഷെ അതിൽ അന്ന് വോട്ട് ചെയ്തത് 50 പേരാണ്. പക്ഷെ വോട്ട് ചെയ്തവരെല്ലാവരും യെസ് എന്നാട്ടോ വോട്ട് ചെയ്തത്. അപ്പൊ ഞാൻ കരുതി 50 പേരൊക്കെ വോട്ട് ചെയ്തു. അപ്പൊ പിന്നെ എന്തായാലും ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഞാൻ പിന്നെ അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അതിന്റെ കൗണ്ടും എനിക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത കൗണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്, 50 പേര്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് എനിക്കില്ല മമ്മൂക്കയുടെ 1 സിനിമയൊക്കെ ഓർമ്മ വന്നത്. കാരണം പുള്ളിക്ക് അറിയാമായിരുന്നല്ലോ പുള്ളിയുടെ അടുത്ത് ആരൊക്കെ വോട്ട് ചെയ്യും, എത്ര വോട്ട് കിട്ടുമെന്നൊക്കെ. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു എന്റെ അവസ്ഥ. എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ നല്ല നല്ല ഇൻഫോർമേറ്റീവ്, ഫൺ, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു സൂൺ.